നമുക്ക് ശർക്കര അടുപ്പത്ത് വെച്ചു. അപ്പം അതിലേക്ക് നമുക്കിതിടാം. അപ്പോൾ നമ്മൾ ശർക്കരയ്ക്കകത്തേക്ക് അതിട്ടിട്ടുണ്ട്. ഇനി ഇത് ശർക്കര കിടന്നിട്ട് ഇതൊന്ന് മധുരം പിടിക്കണം. അപ്പോൾ ഇതിൻ്റെ മണിയൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി ഉടച്ചിട്ട് കൊടുക്കണം. എന്നാലാണ് ഇത് പിടിക്കുള്ളൂ, അല്ലെങ്കിൽ അതിൽ മധുരം ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി തേങ്ങ അടിച്ച് വെച്ചതാണ്. ഇനി ഇതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതുപോലെ അത് ചക്ക, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചതക്കിയിട്ട് വേണം ഇടാൻ. നമുക്ക് നല്ലൊരു പായസമാക്കി എടുക്കണം. നമ്മൾ ഈ ചക്കയാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ചക്ക ആവിക്ക് വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നെയ്യ് അടുപ്പത്ത് വെച്ചിട്ട് അതിലിട്ടൊന്ന് വരട്ടിയെടുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ചു, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അടുപ്പിൽ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞ പാൽ, 1-ാം പാലാണ്. ആദ്യം പിഴിഞ്ഞ പാൽ. ഇനി നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ എടുക്കാം. നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കിടന്ന് വറ്റി കുറുക്കി വരട്ടെ. അടിച്ചു വെച്ച ചക്ക നമുക്കൊന്ന് പാലൊഴിച്ച് ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ കട്ട പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടാം.
അങ്ങനെ ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഒരു ചക്ക പഴം കുറച്ച് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് നെയ്യിൽ ആദ്യം ഒന്ന് വേവിച്ചു, പിന്നെ നെയ്യിൽ നമ്മൾ വാട്ടി വെച്ചതാണ് ഇത് കേട്ടോ. നല്ലോണം വാട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് ചവ്വരി വേവിച്ചത്, പിന്നെ ഇത് എന്താണെന്നറിയോ, അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തത് ആണിത്. എന്നിട്ട് ചെറിയ മണി പോലെ ഉരുട്ടിയെടുത്തു. അതിൻ്റെ കൂടെ ഇത് ചവ്വരി, ഇത് ചവ്വരി വേവിച്ചത്, ഇത് അരി, നമ്മൾ അരിപ്പൊടി പത്തിരിപ്പൊടി, അരിയുടെ പത്തിരിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണിത്, വറുത്തത്. അത് നമ്മളിങ്ങനെ കുഴച്ചെടുത്തതാണ്. തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ മണികളായിട്ട് നമ്മളത് എടുത്തു. ഏലക്കാപ്പൊടി,